ഹലോ ഗൈസ്, ഇത് എൻ്റെ വീടിൻ്റെ മുമ്പ് വശത്തുള്ള ഇതുണ്ടോ പേരക്കയാണ്. പേരക്ക മരം ഒന്നും പറയാനൊന്നുമില്ല. ഉണ്ടോ കുറേ പേരക്ക ഉണ്ട്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. പഴുത്തിയെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ഇതേ ഇവിടെ തന്നെ ഒരു മരമുണ്ട്. എനിക്കൊന്നും ആദ്യമെല്ലാം വെള്ളം വലിക്കാറുണ്ട് തണ്ട്. ഇപ്പം വെള്ളം വലിക്കാറില്ല. പിന്നെ ഇവിടുന്ന് വെള്ളം വലിക്കുന്നത് ഇത് കണ്ടോ, ഇത് എൻ്റെ വീട്ടിൻ്റെ മുമ്പ് വശം എന്ന് പറയാൻ കുറച്ചും ഇങ്ങോട്ടുള്ള ഒരു തൈയാണ്, മുളക് തൈ. ഇത് മുളക് നല്ല അടിപൊളി മുളകാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ മുളക് പറിക്കാറുള്ളൂ. ഇതുണ്ടോ മുളക്, അടിപൊളി മുളകാണ്. ഇതൊന്ന് കഞ്ഞിയും ചമ്മന്തിയും ഇതും കൂട്ടി തിന്നല്ല, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോൾ അതാകുന്നു എനിക്ക് പനിയായാലും. പിന്നെ ഇതുണ്ടോ, ഇതെൻ്റെ മാവാണ്. എൻ്റെ വീട്ടിൽ കുറേ ഇങ്ങനത്തെ കൃഷികളുണ്ട്. പിന്നെ എൻ്റെ അച്ചാച്ച ഇതുണ്ടോ, അങ്ങനെ അവിടെ ഒന്ന് കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ അവിടെയൊക്കെ അച്ചാച്ച കൃഷിയൊക്കെ നടത്തുന്നതാണ്. പിന്നെ ഇതുണ്ടോ, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് അക്കര കണ്ടോ, കുറേ തെങ്ങുകൾ, വാഴകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പുഴയുണ്ട്, നല്ല വിശാലമായ സ്ഥലങ്ങളാണ്. പിന്നെ ഇതുണ്ടോ, കുറേ മാവുകളുണ്ട്, പേരക്കയുടെ മരങ്ങളുണ്ട്, തെങ്ങുണ്ട്, പിന്നെ ഇതേപോലത്തെ തൈയുണ്ട്. പിന്നെ ഇത് എന്തായിരുന്നു പറയുക, ഒരു ഇതുണ്ടാവില്ലേ, എൻ്റെ പേരെന്താ, മഞ്ഞൾ തന്നെ. അപ്പം മഞ്ഞൾ ഒക്കെ അച്ഛനും അച്ഛമ്മയൊക്കെ മഞ്ഞളിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ, മഞ്ഞളിങ്ങനെ പെറുക്കുമ്പോൾ ഞാനൊന്ന് സഹായിച്ചു കൊടുക്കും. ജസ്റ്റ് അന്നൊരു തന്നെ ഇവിടെയും ഉറുമ്പ് അടിച്ചിട്ട് ഞാൻ മഞ്ഞളാണ് കേട്ടോ ഇങ്ങനെ വരച്ചത്. വേഗം പോയിരുന്നു, പക്ഷെ കുറച്ച് ഇരിച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇതുണ്ടോ നമ്മളെ കുരുമുളകാണ് കേട്ടോ. ഇതുണ്ടോ കുരുമുളകൊന്നും ഇപ്പം ഇല്ല. ഇത് നമ്മൾ ഓരോ മരങ്ങളും വളരും തോറും അവിടെ ഇങ്ങനെ ഓരോ കുരുമുളകായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇത് കണ്ടോ കുരുമുളകൊക്കെ പടർന്ന് പിടിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ കുരുമുളകൊക്കെ ഇങ്ങനെ പടർത്തി ഇതാക്കി വലുതാക്കും. പിന്നെ എന്താ കഴുങ്ങ് ചെറുതുണ്ട്, വലുതുണ്ട്, ഒക്കെയുണ്ട്. വാഴകളിൽ നമുക്ക് കുറേ ഇത് കിട്ടും, പഴങ്ങളൊക്കെ കിട്ടും. പിന്നെ റോബസ്റ്റ് കിട്ടും, മൈസൂർ കിട്ടും, കദളി കിട്ടും, ഇങ്ങനത്തെ ഓരോന്ന്. പിന്നെ എനിക്കും എൻ്റെ ഏട്ടനും കദളിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഈ കൃഷികളുടെ അപ്പുറത്ത് തന്നെ ഉണ്ടോ വലിയൊരു ഗ്രൗണ്ട്. ഏട്ടന്മാരൊക്കെ ഇതുണ്ടോ, ഇപ്പം പോയിട്ടേ ഉള്ളൂ. ഏട്ടന്മാരൊക്കെ നോക്ക് പോകുന്നേ ഉള്ളൂ. ഇവരൊക്കെ ഇവിടുന്ന് കളിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഗായ്സ് ഇതുണ്ടോ, ഇവിടെ ഉറുമ്പാണ് കേട്ടോ, പാമ്പ് എല്ലാം ഉണ്ടോ. ഇതുണ്ടോ ഇത് കുറേ ദിവസമായിരുന്നു. ഇത് കണ്ടോ, എൻ്റെ വീട്ടിലുള്ള ഒരാളാണ് കേട്ടോ. അത് ഇങ്ങനെയെല്ലാം ഇങ്ങളാന്നും കാര്യമാക്കണ്ടേ. ഇതുണ്ടോ തേങ്ങ ആരെല്ലോ കടിച്ച്, പിന്നെ ഇത് ആരെല്ലോ കടിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ, ഞാനാണിപ്പോൾ കണ്ടത്തിലൊക്കെ ഇറങ്ങി ഇതൊക്കെ നോക്കുക. അച്ചാച്ചനിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് ഉണ്ടോ തേങ്ങ കിട്ടി, ആരെല്ലാം കടിച്ച് കിട്ടപ്പടം ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു. കണ്ടോ, പിന്നെ നമുക്ക് ഈ വാഴ നോക്കാം. ഗായ്സ് ഇതുണ്ടോ വാഴ, എൻ്റെ വടക്കേപ്പുറമാണ്. വടക്കേപ്പുറം വെച്ചാൽ ബാക്കേപ്പുറം. ഇതുണ്ടോ കുറേ വാഴകൾ ഇതായിട്ട് വളർന്നിട്ട് കൊണ്ടോ, പഴങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു വയലറ്റ് ഇത് ലൈറ്റ് സാധനം കണ്ടില്ല, അതിൻ്റെ ഒരു തേനുണ്ട്. അത് ഞാൻ ഈമ്പി കൊടുക്കും. പക്ഷെ ഇപ്പം അങ്ങനെയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകും, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും അധികം പോവില്ല. കാരണം ഇതുണ്ട്, ഇവിടെയൊക്കെ നായ്ക്കളും പാമ്പുകളൊക്കെ ഉണ്ടാവുന്നത് നമ്മളത് കാണൂല. ഇരുടായതുകൊണ്ട് ഇപ്പോൾ കാണത്തില്ല, രാവിലെ ആയാലും കാണത്തില്ല ഇങ്ങനെ. പിന്നെ എൻ്റെ വീട്ടിലെ പശുവുണ്ട്, നായുണ്ട്, പൂച്ചയുണ്ട്, പിന്നെ ഒരു അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ പൂച്ച ഇപ്പോൾ എവിടെയുള്ള ഒരു പ്രസവിച്ചായിരുന്നു. 4 പ്രസവം കഴിഞ്ഞിരുന്നേ. 4 പ്രസവത്തിൽ ആകെ ഒറ്റ കുട്ടീൻ്റെ ജീവനോട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ തോനെക്കണ്ടന്മാരുണ്ട്, അതൊക്കെ കടിച്ചു. ആകെ ഒറ്റ കുട്ടിയുള്ളൂ. കുറേ ദിവസം ഇവിടുത്തെ നല്ല ഉഷാറിൽ കളിച്ചതാണ്, പക്ഷെങ്കിൽ ഇപ്പം ചത്തുപോയി. പിന്നെ നമ്മളിത് അവിടെ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം 2 ദിവസം, ഇത് മരിച്ചതിന് 2 ദിവസം കഴിഞ്ഞാൽ അമ്മച്ചി. പിന്നെ അതേപോലെ തന്നെ കുട്ടിക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലെ കുട്ടി പൂച്ചയെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പൂച്ച കൂര് തളർന്നിട്ട്
ഇങ്ങനെ ഇതായിപ്പോയി. പക്ഷെ അമ്മേൻ്റെ വീട്ടിലെ പൂച്ചയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് ഇതാക്കേണ്ട വന്നു. പക്ഷേങ്കിൽ ഈ പൂച്ച അങ്ങനെയല്ല, ഈ പൂച്ച അപ്പടി ചത്തുപോയിന്. അതുകൊണ്ട് അങ്ങനെ ഇതാവുന്ന നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. എന്നാലും അതൊക്കെ നമ്മളിപ്പം എല്ലാം വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് നായ്ക്കളൊക്കെ ഉള്ളത്. അമ്മേൻ്റെ വീട്ടിൽ നായ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിക്കുട്ടിയായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിയത്. ആ കുഞ്ഞിക്കുട്ടി ചിഞ്ചു എന്നായിരുന്നു നമ്മൾ പേരിട്ടത്. നമ്മൾ ചിഞ്ചു മോൾ എന്നൊക്കെ വിളിക്കും. ഇതാണ് എൻ്റെ പശു കേട്ടോ. ചിന്നു എന്നാണ് പേര്. പിന്നെ എൻ്റെ ചിന്നുകുട്ടി ഇപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണേ. ടാറ്റാ, ഗുഡ് ബൈ.